എന്താണ് പി.വി. അൻവറിന്റെ അയോഗ്യത? പി.വി. അൻവർ ആയിരുന്നു ഒരു സമയം വരെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് എന്ന് തോന്നിക്കത്തക്ക രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. പക്ഷെ അവിടെ നിന്നും പി.വി. അൻവറിനെ പിഴച്ചത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പി.വി. അൻവറിന്റെ ചില എടുത്തുചാട്ടങ്ങളുണ്ട്. ആ തെറ്റിദ്ധാരണ മാറിയത് എപ്പോഴാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലമ്പൂരെ ഇലക്ഷന് ശേഷമാണ്. UDFന്റെ ഏറ്റവും നല്ലൊരു രാഷ്ട്രീയ നീക്കമായിരുന്നു പി.വി. അൻവറിനെ നിലമ്പൂരിൽ മത്സരിപ്പിച്ചത്. എന്നിട്ടും എന്തേ ഇങ്ങനെയുള്ളൊരു പി.വി. അൻവറിനെ UDF എടുത്തില്ല എന്നുള്ള ചോദ്യം ഇപ്പോൾ ഏറെ പ്രസക്തമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. UDF ഏറെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു വിഷയമാണ് പി.വി. അൻവറിന്റെ വിഷയം. പി.വി. അൻവറിനെ UDFൽ എടുക്കാത്ത പക്ഷം ഒരുപാട് പ്രശ്നങ്ങൾ UDFന് നേരിടേണ്ടതായിട്ട് വരും. നമസ്കാരം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പി.വി. അൻവർ അത്യാവശ്യം നല്ലൊരു വോട്ട് നില ഉണ്ടായിരുന്നു പി.വി. അൻവറിന്. പിന്നീട് UDFലേക്ക് വരും, അല്ലെങ്കിൽ UDFലേക്ക് വരാൻ പി.വി. അൻവർ സാധ്യതയുണ്ടെന്നൊക്കെ തരത്തിലുള്ള വാർത്തകളും അതുപോലെ തന്നെ സംസാരങ്ങളും ഒക്കെ നമ്മൾ കണ്ടതുമാണ്. പി.വി. അൻവർ എന്തുകൊണ്ടായിരിക്കും UDFലേക്ക് വരാനുള്ള തടസ്സം? അത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് ഇപ്പോൾ UDF പ്രവർത്തകർക്ക് ഇടയിൽ നിന്ന് തന്നെ ഉയരാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം എന്താണ് പി.വി. അൻവറിന്റെ അയോഗ്യത? ഇത് UDF പ്രവർത്തകർ ഇപ്പോൾ ചോദിച്ചു തുടങ്ങിയിരിക്കുന്ന ഒരു ചോദ്യമാണ്. ഉപതെരഞ്ഞെടുപ്പുകൾക്ക് തൊട്ടു മുമ്പാണ് പി.വി. അൻവർ CPIM-നകത്ത് അല്ലെങ്കിൽ LDF-നകത്ത് വലിയൊരു കലഹം സൃഷ്ടിച്ചുകൊണ്ട് വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അത് മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയും ADGP-ക്കെതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയൊക്കെ അതിശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പി.വി. അൻവർ പുറത്തേക്ക് വന്നത്. അദ്ദേഹം ഉന്നയിച്ചിരുന്ന ആരോപണങ്ങളൊക്കെ കൃത്യമായിട്ട് UDF പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അതിൻ്റെ ഒരു ഫോളോ അപ്പ് നടത്താനൊന്നും UDFന് സാധിച്ചിട്ടില്ല. എങ്കിൽ തന്നെയും പി.വി. അൻവർ ആയിരുന്നു ഒരു സമയം വരെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് എന്ന് തോന്നിക്കത്തക്ക രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. കാരണം എല്ലാ ദിവസവും രാവിലെ പി.വി. അൻവറിന്റെ വീടിന്റെ മുറ്റത്ത് മാധ്യമങ്ങൾ എത്തുക, പി.വി. അൻവർ എവിടെ ഉണ്ട് എങ്കിലും പി.വി. അൻവറെ തേടി മാധ്യമങ്ങൾ പോവുക, അങ്ങനെ ആ പി.വി. അൻവർ അത് കൃത്യമായിട്ട് ആ മാധ്യമങ്ങളെ അത് കൈകാര്യം ചെയ്യുകയും ചെയ്തിരുന്നു. ഓരോ ദിവസവും കൃത്യമായിട്ട് ഓരോരോ ആരോപണങ്ങൾ ഉന്നയിക്കുവാനും ആ ആരോപണങ്ങൾ അതിശക്തമായി തന്നെ പറയാനും അദ്ദേഹത്തിന് സാധിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്നും പി.വി. അൻവറിനെ പിഴച്ചത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പി.വി. അൻവറിന്റെ ചില എടുത്തുചാട്ടങ്ങളുണ്ട്. താനാണ് UDF എന്നും താനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷമെന്നും ധാർഷ്ട്യം അദ്ദേഹത്തിന്റെ മനസ്സിൽ കയറിക്കൂടി. അത് വി.ഡി. സതീശന്റെ ഒരു തീരുമാനം അൻവറിന് തടസ്സമായിരുന്നു. വി.ഡി. സതീശന്റെ തീരുമാനങ്ങളിലേക്ക് നമുക്ക് വരാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പി.വി. അൻവറിനെ സംബന്ധിച്ചിട്ട് പി.വി. അൻവർ കേരളത്തിലെ ചെറുപ്പക്കാരുടെ ഒരു നേതാവായിട്ട് മാറി എന്ന് അദ്ദേഹം തെറ്റിദ്ധരിച്ചു. അദ്ദേഹത്തിന് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായി. ആ തെറ്റിദ്ധാരണ മാറിയത് എപ്പോഴാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലമ്പൂരെ ഇലക്ഷന് ശേഷമാണ്. പുള്ളിക്കാരൻ കരുതിയിരുന്നത് എന്താണെന്ന് വെച്ചാൽ കേരളത്തിലുടനീളം പി.വി. അൻവറിന് വളരെ വലിയൊരു സ്വീകാര്യത ലഭിച്ചിരിക്കുന്നു. കാരണം ഇവിടെ ഒരു മൂന്നാം മുന്നണി ഉണ്ടാവാൻ വേണ്ടി പോകുന്നു. അതായത് ഇപ്പോൾ 3 മുന്നണികളുണ്ട്. അതിൽ BJP മുന്നണി അത്ര കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ മൂന്നാം മുന്നണി എന്നും പറയാൻ പറ്റത്തില്ല. ഒരു 4ാം മുന്നണിക്കുള്ള സ്കോപ്പിനെ പറ്റി പോലും പി.വി. അൻവർ ചിന്തിച്ചിരുന്നു. സമാന മനസ്കരായിട്ടുള്ള ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളൊക്കെ ആയിട്ട് അദ്ദേഹം ഒരു മുന്നണി രൂപീകരണത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വരെ ആരംഭിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. എന്നിട്ടും എന്തേ ഇങ്ങനെയുള്ളൊരു പി.വി. അൻവറിനെ UDF എടുത്തില്ല എന്നുള്ള ചോദ്യം ഇപ്പോൾ ഏറെ പ്രസക്തമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ വരാൻ പോകുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. അപ്പോഴെങ്കിലും പി.വി. അൻവറിനെ UDFൽ എടുക്കുമോ എന്നാണ് എല്ലാവരും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസ് ശക്തി പ്രാപിക്കുമെന്നാണ് പി.വി. അൻവർ പറഞ്ഞിട്ടുള്ളത്. തൃണമൂൽ കോൺഗ്രസ് കേരളത്തിൽ ശക്തി പ്രാപിക്കും എന്നൊക്കെ അദ്ദേഹം പറയുന്നത് വെറും ബാലിശമായ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചിന്താഗതിയാണ്, അല്ലെങ്കിൽ ചിന്താധാരയാണ് എന്ന് മാത്രമേ എനിക്ക് പറയാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, UDFന്റെ ഏറ്റവും നല്ലൊരു രാഷ്ട്രീയ നീക്കമായിരുന്നു പി.വി. അൻവറിനെ നിലമ്പൂരിൽ മത്സരിപ്പിച്ചത്. പി.വി. അൻവർ നിലമ്പൂരിൽ മത്സരിക്കാത്തൊരു രാഷ്ട്രീയ സാഹചര്യം വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ആര്യാടൻ ഷൗക്കത്ത് പരാജയപ്പെടുന്ന അവസ്ഥയുണ്ടാവും. അതിനകത്ത് വി.ഡി. സതീശന്റെ ബുദ്ധിയെ സംബന്ധിച്ചിട്ട് വി.ഡി. സതീശനാണ് പി.വി. അൻവറിനെ എടുക്കുന്ന കാര്യത്തിൽ ചില ധാർഷ്ട്യമൊക്കെ കാണിച്ചിരുന്നത്. ആ നിലപാടിനെ കേരളം മുഴുവൻ പൊതുവായി സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഏറ്റവും കൂടുതൽ പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ വി.ഡി. സതീശൻ കയ്യടി നേടിയത് പി.വി. അൻവറിനെ UDFൽ വേണ്ട എന്ന് തീരുമാനമെടുത്ത് ആ ഒരു നിലപാടായിരുന്നു. ഏറെ സ്വീകാര്യനായിരുന്നു. കാരണം കോൺഗ്രസിനകത്ത് നിന്ന് അദ്ദേഹത്തിന് കിട്ടിയ കയ്യടി നിസ്സാരമാണോ? പ്രതിപക്ഷത്തു നിന്ന് മാത്രമല്ല, ഭരണപക്ഷത്തു നിന്നുകൂടി അദ്ദേഹത്തിന് കയ്യടി കിട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ അന്ന് ആ ഒരു മുന്നണി പ്രവേശനത്തിന് സമയത്ത് അസോസിയേറ്റഡ് മെമ്പറായിട്ട് ഇദ്ദേഹത്തെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അസോസിയേറ്റഡ് മെമ്പറായാൽ മാത്രം പോരാ, അദ്ദേഹത്തിന് UDFന്റെ ഘടകകക്ഷിയായിട്ട് തന്നെ വരണം എന്നൊക്കെയുള്ള ഒരു ധാർഷ്ട്യം, ആ ധാർഷ്ട്യമാണ് അന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്താനായിട്ട് കാരണമായത് എന്നെനിക്ക് തോന്നുന്നു. എങ്കിൽ തന്നെയും ഇനിയൊരു ത്രിതല പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ വരാൻ പോകുന്ന സമയത്ത് UDF ഏറെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു വിഷയമാണ് പി.വി. അൻവറിന്റെ വിഷയം. പി.വി. അൻവറിനെ UDFൽ എടുക്കാത്ത പക്ഷം ഒരുപാട് പ്രശ്നങ്ങൾ
UDF നേരിടേണ്ടതായിട്ട് വരും. ഒരുപാട് ചോദ്യങ്ങൾക്ക് UDF ഉത്തരം പറയേണ്ടതായിട്ട് വരും. തൃണമൂൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ് ഇപ്പോൾ കുറച്ചു മുമ്പ് ചോദിച്ചത് തൃണമൂൽ കോൺഗ്രസ് കേരളത്തിന് ശക്തി പ്രാപിക്കും എന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ തൃണമൂൽ കോൺഗ്രസ് കേരളത്തിന് ശക്തി പ്രാപിക്കത്തൊന്നുമില്ല. പക്ഷേ തൃണമൂൽ കോൺഗ്രസിന് അല്ലെങ്കിൽ മമതാ ബാനർജിയുടെ വലിയൊരു ഫാൻ ബേസ് കേരളത്തിലുണ്ട്. മമതാ ബാനർജിയോട് താല്പര്യമുള്ള, മമതാ ബാനർജിയെ ആരാധിക്കുന്ന കുറേയധികം ആളുകൾ ഇവിടെയുണ്ട്. കാരണം അവർ ചില സമയത്ത് നരേന്ദ്രമോദിക്കെതിരെയൊക്കെ എടുത്തിട്ടുള്ള നിലപാടുകളാണ് അതുപോലുള്ളൊരു ഫാൻ ബേസ് കേരളത്തിൽ ഉണ്ടാവാനായിട്ടുള്ള കാരണം. അതുകൂടാതെ അവർ വെസ്റ്റ് ബംഗാളിൽ നടത്തിയിട്ടുള്ള അനവധി സമരങ്ങളുണ്ട്. CPM-ന്റെ കൈകളിൽ നിന്ന് ഇവർക്ക് അതിക്രൂരമായ മർദ്ദനം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് മമതാ ബാനർജിക്ക്. അങ്ങനെയുള്ള മമതാ ബാനർജിയെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ കേരളത്തിലുണ്ട്. മമതാ ബാനർജി ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് കേരളത്തിലെത്തുകയും ഇവിടെ പ്രചരണങ്ങൾ നടത്തുകയും ചെയ്തു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലേക്കും ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിലേക്കും ഒക്കെ ചില വോട്ടുകൾ മറിക്കാൻ വേണ്ടി സാധിക്കും. മറിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UDF-ന്റെ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ചില നീക്കങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അല്ല, അൻവറിനും ഒരു പക്ഷേ തൃണമൂലിൽ മത്സരിക്കുന്നതിനേക്കാൾ കോൺഗ്രസിലേക്ക് വരണമെന്നായിരിക്കില്ലേ താല്പര്യം? PV അൻവർ പറയുന്നത് തൃണമൂൽ കോൺഗ്രസിനെ UDF-ൽ ഉൾപ്പെടുത്തണമെന്നാണ്. അല്ലാണ്ട് ഒരിക്കലും PV അൻവർ കോൺഗ്രസിലേക്ക് വരാനായിട്ടുള്ള യാതൊരു സാധ്യതയില്ല. കാരണം അതിന് അദ്ദേഹം മുതിരുമെന്ന് തോന്നുന്നില്ല. കാരണം അദ്ദേഹം ഇതിനു മുമ്പ് കോൺഗ്രസ്സുകാരനായിരുന്നു. VD സതീശിനേക്കാൾ എക്സ്പീരിയൻസ് ഉള്ള കോൺഗ്രസ് പ്രവർത്തകൻ തന്നെയാണ് PV അൻവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കാര്യപ്രസക്തമായ ചില ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് നിലമ്പൂർ അദ്ദേഹം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലും തൊട്ടടുത്ത പഞ്ചായത്തുകളിലൊക്കെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഒരു മാസം മുമ്പ് കളമശ്ശേരിയിലെത്തി കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിലേക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തന്ത്രത്തിന് തുടക്കം കുറിക്കുകയാണ് PV അൻവർ. കാരണം എങ്ങനെയും UDF-ൽ എത്തുക എന്നുള്ളത് തന്നെയാണ് PV അൻവറുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ ഇനിയും PV അൻവറിനെ ആരെങ്കിലും തടഞ്ഞു കഴിഞ്ഞാൽ UDF പ്രവർത്തകർ ഒരുപാട് ചോദ്യങ്ങൾ UDF നേതാക്കന്മാരോട് ചോദിക്കാൻ സാധ്യതയുണ്ട്. കാരണം PV അൻവറിനെ സംബന്ധിച്ചിട്ട് PV അൻവർ യോഗ്യൻ തന്നെയാണ് UDF-നകത്ത് മെമ്പർ ആവാൻ വേണ്ടിയിട്ട്. പക്ഷെ തൃണമൂലിനെ UDF-ലേക്ക് എടുക്കുന്നത് പാർട്ടിക്ക് ഗുണം ചെയ്യുമോ? തൃണമൂലിനെ UDF-ലേക്ക് എടുക്കുന്നത് പാർട്ടിക്ക് ഗുണം ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൃണമൂൽ കോൺഗ്രസ് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. ഇവിടെ കോൺഗ്രസിനകത്തുണ്ടാകുന്ന ഭിന്നതകൾ ഒരുപക്ഷെ തൃണമൂൽ കോൺഗ്രസ് നേട്ടമാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കും. അത് സ്വാഭാവികമായിട്ടും നടക്കുന്നൊരു പ്രോസസ്സാണ്. പക്ഷേ എങ്കിൽ തന്നെയും ഈ ത്രിതല പഞ്ചായത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇനി PV അൻവറിനെ UDF-ന് പുറത്തു നിർത്തുന്നത് UDF-ന് ഒട്ടും ഗുണകരമായിരിക്കില്ല എന്നുള്ളതാണ് നമുക്ക് പറയാൻ സാധിക്കുക. പിന്നെ ഇതിനകത്ത് വേറൊരു വശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ PV അൻവറിനെയൊക്കെ മാറ്റി നിർത്തുന്ന ആളുകൾ ഈ UDF-നകത്തുള്ള മറ്റു ഘടകകക്ഷികളെ കുറിച്ച് കൂടെ ചിന്തിക്കണ്ടേ? ഇപ്പം ഞാനിത് അത് എടുത്തു പറയുന്ന ഒരാളെന്ന് വെച്ചാൽ രാജേന്ദ്രൻ വെള്ളപ്പാലത്ത്. പണ്ട് UDF മീറ്റിങ്ങുകളിൽ ഇരുന്നിരുന്ന ആളുകൾ ആരൊക്കെയാണ്? K. കരുണാകരൻ, AK ആന്റണി, വയലാർ രവി, ഉമ്മൻചാണ്ടി, PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, KM മാണി സാറ്, R. ബാലകൃഷ്ണപിള്ള, TM ജേക്കബ്, MV രാഘവൻ, ഇങ്ങനെയൊക്കെയുള്ള പ്രഗത്ഭരായിട്ടുള്ള ആളുകളൊക്കെ ഇരുന്നിരുന്ന UDF യോഗത്തിന്റെ മുൻനിരയിലാണ് രാജേന്ദ്രൻ വെള്ളപ്പാലത്തിനെ പോലുള്ള ആളുകൾ കയറിയിരിക്കുന്നതെന്ന്. ആരാണ് രാജേന്ദ്രൻ വെള്ളപ്പാലത്ത്? രാജേന്ദ്രൻ വെള്ളപ്പാലത്തിന്റെ അവകാശവാദം കേരള പ്രവാസി അസോസിയേഷൻ എന്ന പൊളിറ്റിക്കൽ പാർട്ടിക്ക് 6 ലക്ഷം അംഗങ്ങളുണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം. അത് തന്നെ പൊള്ളയാണ്. അത് കൂടാതെ ഇദ്ദേഹം പറയുന്നു ഇദ്ദേഹത്തിന് വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞത്. അതായത് പ്രവാസികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടും അവരുടെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടും പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് കേരള പ്രവാസി അസോസിയേഷൻ എന്ന് പറയുന്നത്. എനിക്കറിയാൻ പാടില്ലാണ്ട് ഞാൻ ചോദിക്കുന്നതാണ്, ഈ പുറത്ത് ഉള്ള പ്രവാസികളോട് പലരുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് നമ്മൾ പ്രവർത്തിക്കുകയും അവരൊക്കെ ആയിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇവരോട് ചോദിച്ചിട്ടുണ്ട്, ഈ കേരള പ്രവാസി അസോസിയേഷന്റെ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഏതെങ്കിലും രാജ്യത്ത് നടക്കുന്നുണ്ടോന്ന്. അപ്പൊ അവരെന്നോട് പറഞ്ഞു തന്ന ഒരു കഥയുണ്ട്. അതായത് ബൈജൂസ് ആപ്പിനെ കുറിച്ച് നമ്മളെല്ലാവരും കേട്ടുള്ളല്ലേ. ബൈജൂസ് ആപ്പിലെ ബൈജു രവീന്ദ്രനെ ഇതേ രീതിയിൽ കുത്തുവാള എടുപ്പിച്ച ഒരു വ്യക്തി കൂടിയാണ് ഈ രാജേന്ദ്രൻ വെള്ളപ്പാലത്ത് നിന്നാണ്. അങ്ങനെ ബൈജു രവീന്ദ്രനെ കുത്തുവാള എടുപ്പിച്ച കുറച്ച് പണമൊക്കെ അദ്ദേഹത്തിന്റെ കൈവശമുണ്ട്. അത് UDF-ലെ ചില നേതാക്കന്മാർക്ക് കൊടുത്തതായിട്ടും പറയുന്നു, കൊടുത്തില്ല എന്നും പറയുന്നു. കുന്ദമംഗലം സീറ്റ് UDF ഇയാൾക്ക് വിറ്റതായിട്ട് പറയുന്നു. അതിന്റെ ശരിതെറ്റുകൾ നമുക്കറിയില്ല. അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമ്മുടെ കൈവശം എത്തുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. പക്ഷെ കുന്ദമംഗലം സീറ്റിനായിട്ട് ഈ രാജേന്ദ്രൻ വെള്ളപ്പാലത്ത് വലിയ പരിശ്രമങ്ങളാണ് ഈ രാജേന്ദ്രൻ വെള്ളപ്പാലത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ഇന്ത്യ ഫസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ചാനൽ ആരംഭിച്ചിട്ടുണ്ട്. സാറ്റലൈറ്റ് ചാനലാകുമെന്നാണ് പറയുന്നത്. അതൊക്കെ എപ്പോഴും എങ്ങനെ വരും എന്ന് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. അത് കൂടാതെ തന്നെ എന്താ വെച്ചാൽ ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ കൂടെയൊക്കെ നമ്മൾ കയറി പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ BJP നേതാക്കന്മാരുടെ കൂട്ടത്തിൽ നിന്ന് സെൽഫി എടുക്കുന്ന ഫോട്ടോയുണ്ട്, സുരേഷ് ഗോപിയുടെ പുറകെ ഓടുന്ന വീഡിയോസ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം പുള്ളിക്കാരൻ നടക്കുന്നത്, ഇരിക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള സാധാരണ ഗൈസ് പിള്ളേർ കാണിക്കുന്ന രീതിയിലുള്ള കുറച്ച് സംഭവങ്ങളല്ലാതെ അതിനപ്പുറത്ത്
ഈ പാർട്ടി സംഘടിപ്പിച്ച കേരള പ്രവാസി അസോസിയേഷൻ കേരളത്തിന്റെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു സമരം നടത്തിയതായിട്ടോ അല്ലെങ്കിൽ UDF-ന് വേണ്ടിയിട്ട് എന്തെങ്കിലും നന്മ ചെയ്തതായിട്ടോ നമുക്കൊന്നും അറിയാൻ സാധിക്കില്ല. ഒരു പക്ഷേ നമ്മളിത് ചർച്ച ചെയ്യുന്ന സമയത്തായിരിക്കും പല കോൺഗ്രസ് പ്രവർത്തകരും അല്ലെങ്കിൽ പല UDF-കാരും കേരള പ്രവാസി അസോസിയേഷനെ പോലെ ഉള്ള ഒരു കടലാസ സംഘടന UDF-ന്റെ ഘടകകക്ഷിയായിട്ട് കേരളത്തിൽ ഉണ്ട് എന്ന് തന്നെ അറിയുന്നത്. ഞാനിത് പല നേതാക്കന്മാരോട് ചോദിച്ചു, ഈ കേരള പ്രവാസി അസോസിയേഷൻ എന്ന് പറയുന്നത് UDF-ന്റെ ഘടകകക്ഷിയാണോ എന്ന് ചോദിച്ചു. പറഞ്ഞു കേരള പ്രവാസി അസോസിയേഷനോ, അവർക്ക് തന്നെ അറിയില്ല. ഇങ്ങനൊരു ഘടകകക്ഷി UDF-ന്റെ ഭാഗമായ കാര്യം ഏതെങ്കിലും മാധ്യമങ്ങൾ ചർച്ച ചെയ്തോ? ആര് UDF-ന്റെ ഭാഗമായാലും പുറത്തു പോയാലും, ഇപ്പൊ JSS ആയിക്കൊള്ളട്ടെ, ഈ പറയുന്ന മാണി സി കാപ്പന്റെ പാർട്ടി ആയിക്കൊള്ളട്ടെ, ഈ പറയുന്ന TM ജേക്കബിന്റെ പാർട്ടി ആയിക്കൊള്ളട്ടെ, അതല്ലെങ്കിൽ ഈ പറയുന്ന മറ്റേ RSP ആയിക്കൊള്ളട്ടെ, അപ്പൊ ഈ പാർട്ടികളെ കുറിച്ചൊക്കെ കൃത്യമായ ഒരു വാർത്തകൾ പുറത്തു വരുന്ന സമയത്ത് ഈ കേരള പ്രവാസി അസോസിയേഷൻ എങ്ങനെയാണ് UDF-നകത്ത് കടന്നുകൂടിയത്? എല്ലാവരും പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിനും മുസ്ലിം ലീഗിനും കൃത്യമായിട്ട് കൈക്കൂലി മേടിച്ചിട്ടുണ്ട്. അതായത് കോൺഗ്രസ്സുകാർക്ക് അറിയാൻ ഇല്ലെന്ന് എനിക്കറിഞ്ഞൂടാ, മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർക്ക് അറിയുമെന്ന് എനിക്കറിഞ്ഞൂടാ. കാരണം ഈ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാരും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാക്കന്മാരും അറിയാതെ ഏതൊക്കെയായാലും ഇതുപോലുള്ളൊരു കടലാസ് കഷ്ണം പാർട്ടി UDF-ൽ വരുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. തെരുവിൽ കടന്ന് എത്രയോ യൂത്ത് കോൺഗ്രസ്സുകാർ തല പൊട്ടി ചോരയൊലിച്ച് ഈ സർക്കാരിനെതിരെ സമരം ചെയ്യുന്നു. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ സമരം ചെയ്യുന്ന സമയത്താണ് പണം നൽകി ചില ആളുകൾ ഘടകകക്ഷിയായിട്ട് ചേരുന്നത്. പണമുള്ള ആർക്കും, നാളെ 10-25 കോടി ഉള്ള ആർക്കും ഏതെങ്കിലും ഒരു കടലാസ് സംഘടന ഉണ്ടാക്കിയിട്ട് കടന്നു വരാൻ പറ്റുന്ന ഒന്നായിട്ട് UDF മാറിയോ? അതമ്പതിച്ചോ? കോടികൾ ഉണ്ടെങ്കിൽ UDF-ലെ ഒരു ഘടകകക്ഷിയായിട്ട് ചേരാൻ വേണ്ടി പറ്റുമോ? എന്താണ് UDF-ന് ഘടകകക്ഷിയാവാനുള്ള മാനദണ്ഡം? ഒരു അത്യാവശ്യം ഒരു 100 പ്രവർത്തകരെങ്കിലും ഉണ്ടോ എന്ന് UDF പരിശോധിക്കേണ്ടതല്ലേ? 2026-ലെ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ ആരോപണമായിരിക്കും രാജേന്ദ്രൻ വെള്ളാപ്പാലത്തിന് കുന്ദമംഗലം സീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് സീറ്റ് കച്ചവടം തന്നെയാണ് എന്ന് ആളുകൾ പറയില്ലേ? 100% പറയുമല്ലോ. കോൺഗ്രസിന് വേണ്ടി തെരുവിൽ തല്ലുകൊള്ളുന്ന എത്രയോ ആളുകളുണ്ടെന്നേ, UDF-ന് വേണ്ടി തെരുവിൽ തല്ലുകൊള്ളുന്ന എത്രയോ ആളുകളുണ്ടെന്നേ. അവരെയൊക്കെ അവഗണിച്ചുകൊണ്ട് ഒരു രാജേന്ദ്രൻ വെള്ളപ്പാലത്തിനെ എടുത്ത് UDF-ന്റെ ഘടകകക്ഷിയാക്കി വെക്കുകയും ഇത്രയേറെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടക്കുന്ന PV അൻവറിനെയൊക്കെ പടിക്ക് പുറത്തു നിർത്തുകയും ചെയ്യുന്നത് എന്ത് ന്യായത്തിന്റെ പേരിലാണ്? UDF-ന് എന്ത് പറഞ്ഞാണ് ന്യായീകരിക്കാൻ സാധിക്കുക? ആരാണ് രാജേന്ദ്രൻ വെള്ളപ്പാലത്തിനെ UDF-ന് എടുത്തത്? UDF-ന്റെ ഘടകകക്ഷികളെല്ലാം കൂടെ അറിഞ്ഞുകൊണ്ടാണ് അത് എടുത്തേക്കുന്നത്? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പത്രവാർത്തയുണ്ടോ? 2 വർഷം മുമ്പ് അല്ലെങ്കിൽ 3 വർഷം മുമ്പ് മാത്രം രജിസ്ട്രേഷൻ കിട്ടിയിട്ടുള്ള ഒരു പുതിയ പാർട്ടിയാണത്. ഈ രാജേന്ദ്രൻ വെള്ളപ്പാലത്തിനെതിരെ പേഴ്സണൽ അലിഗേഷൻസ് ഒരുപാടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വിളിച്ചു കൂവണ്ടാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അത് വിളിച്ചു കൂവി കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും പറയും മറ്റുള്ളവരുടെ പേഴ്സണൽ കാര്യത്തിലേക്ക് എന്തിനാണ് നമ്മൾ ഇടപെടുന്നത്? പേഴ്സണൽ കാര്യത്തിലേക്ക് ഇടപെടുന്നതല്ലെന്നേ. കേരളത്തിലെ ഒരു പ്രമുഖ മുന്നണിയാണ് UDF എന്ന് പറയുന്നത്. ആ UDF-ന്റെ അകത്ത് ഒരു ഘടകകക്ഷി എന്ന് പറഞ്ഞാൽ രാജേന്ദ്രൻ വെള്ളപ്പാലത്തിനെ പോലുള്ള ഒരാളെ, ഒരു കടലാസ് പാർട്ടിയെ ഘടകകക്ഷിയാക്കുന്നതിനെ കുറിച്ച് കോൺഗ്രസ് നേതാക്കന്മാർ 2 വട്ടമെങ്കിലും ആലോചിക്കണ്ടേ? തൻ പ്രമാണിത്വം UDF-നകത്ത് പോവോ? അത് UDF-ന് ഇപ്പോൾ ആർക്കെങ്കിലും കൊണ്ട് 25 കോടി രൂപ കൊടുത്തു കഴിഞ്ഞാൽ യെസ്, നാളെ തുടങ്ങി നിങ്ങൾ UDF-ന്റെ ഘടകകക്ഷിയാണെന്ന് പറയുമോ? അതുകൊണ്ട് PV അൻവറിനേക്കാൾ വലിയ യോഗ്യതയൊന്നും രാജേന്ദ്രൻ വെള്ളപ്പാലത്തിനും കേരള പ്രവാസി അസോസിയേഷനും ഇല്ല എന്ന് ഇനിയെങ്കിലും VD സതീശനും ബാക്കി മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരും മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരും മനസ്സിലാക്കണം എന്നുള്ള അഭ്യർത്ഥന മാത്രമേ ഈ വിഷയത്തിലുള്ളൂ.